അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്ക് ഈദിന് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റും ഈദിൻ്റെ 2 ദിവസം മുമ്പുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഈദിൻ്റെ വ്ളോഗ് ഇൻഷാ അല്ലാഹ് നാളെ മറ്റും. ഈദിനങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ളൊരു വ്ളോഗ് നാളെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതാ, നമ്മളെ മുംതാസ് ഖാൻ്റെ ഗിഫ്റ്റാണ് ഫസ്റ്റ് കിട്ടിയത്. അത് നല്ല അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയലാണ്. റിസാൾട്ടിൽ നിന്ന് എടുത്ത ഒരു കസ്റ്റമൈസ്ഡ് ചെയ്യുന്നൊരു സംഭവമാണ്. നല്ല അടിപൊളി സംഭവം. പിന്നെ അതിന് ശേഷം എൻ്റെ ഫ്രണ്ട് ഷഹീദ, എല്ലാവർക്കും അറിയണ്ടാവും, ഇൻസ്റ്റയിൽ ജിയ നല്ല അടിപൊളി പാകിസ്ഥാൻ മെറ്റീരിയലിൻ്റെ ചുരിദാറും പിന്നെ ഷെഹസാദി നിർത്താൻ തോന്നുന്നു. നല്ല എനിക്ക് പാകിസ്ഥാനി ഞാൻ മുമ്പ് ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം നല്ല അടിപൊളി കളറും അടിപൊളി മെറ്റീരിയലും. പിന്നെ മുംതാസിൻ്റെ കിട്ടിക്കഴിഞ്ഞിട്ട് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജിയ ഇതുമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല മെറ്റീരിയലായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടേ ഉള്ളൂ, എല്ലാം ഇതിനോട് അടുപ്പിച്ചിട്ടായതുകൊണ്ട്. പിന്നെ എപ്പോഴുള്ള പോലെ ഇൻസ്റ്റയിൽ കുറേ ഹിജാബ് കിട്ടി, ഒരു 6 കളേഴ്സാണ് മറ്റും. ഞാൻ നിങ്ങൾക്ക് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി 6 കളർ ഹിജാബ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തതും ഫാസ്റ്റ് കളക്ഷൻസിൻ്റെതും ഒരു ഈദ് ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചുരിദാറായിരുന്നു. ഞാൻ സാധാരണ ഈദ് പർച്ചേസെല്ലാം നോമ്പിന് മുമ്പ് തന്നെ എടുത്തിട്ട് അന്നേരം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കലാണ്. എൻ്റെത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വീണ്ടും നമ്മൾ മുംതാസ് ഖാൻ്റെ ഒരു അടിപൊളി നല്ല കളറ് ചുരിദാർ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഇപ്രാവശ്യം ഒരുപാട് ഡ്രസ്സ് കിട്ടി. മാഷാ അല്ലാഹ് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നൊരു നിമിഷമായിരുന്നു. പിന്നെ കൂടാണ്ട് പെരുന്നാളിൻ്റെ 2 ഡേയ്സ് മുമ്പ് മുംതാസ് ഇത് വീണ്ടും ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലത്തെ നല്ല അടിപൊളി ഹാമ്പർ പോലത്തെ സംഭവം. അതായത് മുംതാസ് ഖാൻ്റെ ഇങ്ങനെയുള്ള ഐറ്റംസാണ് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഇടുന്ന പാത്രങ്ങളുണ്ടല്ലോ, ഇത് കാൻഡിൽ ഹോൾഡറും പിന്നെ ഒരു റെഡിൻ്റെ ഉള്ളിൽ ഹൽവ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ സെൻറ്റ്, നല്ല അടിപൊളി സെൻറ്റ്. അതിനേക്കാൾ നമുക്ക് ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു സംഭവം, കാൻഡിൽ ഹോൾഡറും ഈ മിഠായിട്ട ബോക്സ് കാണുന്നില്ലേ, ഇതെല്ലാം എന്ത് മൊഞ്ചാ കാണാനെന്നറിയും. കാരണം എല്ലാവരും ഞാനധികം വീഡിയോ ഇടലുണ്ട് മുംതാസ് ഖാൻ്റെ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ്. അതിൽ നമുക്ക് നല്ലോണം കണ്ണുടക്കി പോകാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. എന്തായാലും എനിക്ക് ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും മുംതാസ് ഖാക്കും പിന്നെ ജിയക്കും ഫാസ്റ്റ് കളക്ഷൻസിൻ്റെ ഷാനിഫാക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. പിന്നെ ഈദിൻ്റെ 2 ഡേയ്സ് മുമ്പ് 28th നോമ്പിൻ്റെ അന്ന് നമ്മൾ ക്യൂൻസിൽ പോയി എനിക്ക് മുടി കളർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ മിസക്ക് മുടി കട്ട് ചെയ്യാനുണ്ടായിരുന്നു. മിച്ചൂസ് എന്ത് ചെയ്ത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇത്ര മുറിച്ചാൽ മതി അതിനോട് ഞാൻ പറഞ്ഞു. അന്നേരം ഓള് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് കൂടി കയറ്റി മുറിക്കുന്നു. കാരണം 3 ബാക്കെന്ന് കണ്ടപ്പോൾ വെച്ചാൽ ചെറിയ പീസല്ലേന്ന്. പക്ഷെ കയറ്റി നോക്കിയാൽ നല്ലോണം ഷോർട്ടായി. ഞാൻ പറഞ്ഞ മുടി നല്ലോണം ഷോർട്ടായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് നിന്ന് മെഹന്തി വാങ്ങിച്ചു. ഞങ്ങൾക്ക് മെഹന്തി ഭയങ്കര ഇഷ്ടമാണ്. നെയിൽ കോൺ വാങ്ങിച്ച് നെയിൽ കോൺ 2 ഡേയ്സ് മുമ്പേ ഇടാൻ തുടങ്ങി. അതായത് ഈ 27ാമത്തെ നോമ്പിൻ്റെ അന്ന് 28ാമത്തെ നോമ്പിനുണ്ട്. ഇത് മിച്ചു 28ാമത്തെ നോമ്പിൻ്റെ നോള് ഇട്ട് മൈലാഞ്ചി ഇട്ട്. പിന്നെ നമ്മൾ 29ാമത്തെ നോമ്പിൻ്റെ നമ്മൾ ജിതു മസ്കറ്റിലേക്ക് പോകുന്ന. അതിന് മുമ്പ് അതിൻ്റെ 2-3 ദിവസം മുമ്പ് ജിയാന് പോയിട്ടുണ്ടായിരുന്നു. അനിയത്തിന് 2 മക്കൾ എല്ലാവർക്കും അറിയണ്ട, എൻ്റെ വ്ളോഗ് കാണുന്നുള്ള എൻ്റെ കൂടെയാണ്. 2 ഇതിന് എൻ്റെ കൂടെ ഇല്ല. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാല ഉമ്മാൻ്റെ കൂടെയാണ് എന്നുള്ളൊരു സന്തോഷം. ജിതു പോകുമ്പോൾ ജിതുവിൻ്റെ ഫ്രണ്ട്സ് നല്ല പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടാക്കാൻ പോകുന്ന വണ്ടിയിൽ നല്ല പോസ്റ്ററും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചിട്ട് കാരണം നമ്മൾ ജിതു ഇറങ്ങിയപാട് ഞാനും അനിയത്തിൻ്റെ കൂടെ എനിക്ക് ക്യാപിറ്റൽ മാളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അന്നേരം അവിടെ നിന്ന് വഴിക്ക് നമ്മളിത് കണ്ടത് വണ്ടി. ഞാൻ ക്യാപിറ്റൽ മാളിൽ പോയത് ഇതാ മെഹന്തി ഇടാൻ വേണ്ടിയിട്ടാണ്. മെഹന്തി ഇടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നഫീസിൻ്റെ ഒരു മെഹന്തിൻ്റെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. അതിൽ ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും കക്കാടുള്ള ആൾക്കാരുണ്ടോ. കാരണം മിച്ചുക്ക് തലേന്ന് തീരെ വയ്യായിരുന്നു. മിച്ചുവെന്ന് എനിക്ക് കിട്ടിയിരുന്നത് സാധാരണ. പിന്നെ അന്നേരം ഞാൻ വെച്ചാരെങ്കിൽ ഇവരാകുമ്പോൾ നല്ല പ്രൊഫഷണലായിട്ട് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഇടുമല്ലോ. അപ്പോൾ ചോദിച്ചപാട് അനൂത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയോട് പറഞ്ഞ് പിന്നെ ഞാൻ കുറുവക്കാന്ന് കക്കാടല്ല, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ നിങ്ങൾക്ക് കിട്ടിയതിൽ. നിങ്ങൾ ക്യാപിറ്റൽ മാളിൽ എത്തുമെങ്കിൽ ഞാൻ അവിടെ വരാം. അങ്ങനെ ഞാൻ അവിടെ പോയി. പിന്നെ അവിടെ നമ്മൾ നോമ്പ് തുറന്ന് അവിടെ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഞാൻ ജിതു ഇറങ്ങിയപാട് ഒരു 4:15 എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അനൂത അവിടെ എത്താൻ ലേറ്റായി. അവൾക്ക് ഓട്ടോ കിട്ടാനെല്ലാം ലേറ്റായി. പാവോ 5:30 എത്തുമ്പോൾ. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ 2 കൈൻ്റെ പുറവും 1 കൈൻ്റെ ഉള്ളോട്ട്
പക്ഷെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഏകദേശം ഇത് കഴിയാനാകുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്തു. അങ്ങനെ നമ്മളവിടെ ക്യാപിറ്റൽ മാളിൽ തന്നെ ജസ്റ്റ് ഒന്ന് നോമ്പ് തുറന്ന് അതിനുശേഷം തിരിച്ചു വന്നു. ഇതിപ്പോൾ എൻ്റെ മോളിട്ടാൻ തന്നു പിറ്റേന്ന്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് ഇടാനായിട്ട് വന്ന അനൂതനും ഉമ്മാമക്കും ഒരുപാട് താങ്ക്സ്. ഉമ്മാമ്മേൻ്റെ കൂടെയാണ് വന്നത്. പിന്നെ എനിക്ക് ഗിഫ്റ്റ് അയച്ച മുംതാസ്താക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ തന്നെ ജിയക്കും താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്താ ചെയ്യേണ്ടത്, മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. ഗിഫ്റ്റ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.